പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം തിരുവചനമാണ്. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. മനുഷ്യ ജീവിതത്തിൽ ആകുലതകളും ഉത്കണ്ഠകളും പ്രതിസന്ധി ഘട്ടങ്ങളും രോഗങ്ങളും സർവ്വസാധാരണമാണ്. മക്കളുടെ പഠനത്തെ ചൊല്ലിയും അവരുടെ ഭാവിയെ ചൊല്ലിയും നമുക്ക് ഉത്കണ്ഠ ഉണ്ടാകാറുണ്ട്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ കാര്യങ്ങളെക്കുറിച്ചും നാം ആകുലരാണ്. എന്നാൽ തിരുവചനം പറയുന്നു, നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളൂ. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ യേശു ഉത്കണ്ഠപ്പെടുന്ന നമ്മളോ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? നാം എടുക്കുന്ന ഈ ആകുലതയും ഉത്കണ്ഠയും കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ല എന്നു മാത്രമല്ല, ഈ ഉത്കണ്ഠ കൊണ്ട് ആകുലത കൊണ്ട് നാം രോഗികളായി മാറുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അല്പവിശ്വാസികളായും നാം മാറും. നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കാണുന്ന ദൈവത്തിന് അവയെല്ലാം മാറ്റിത്തരുവാനായിട്ട് അധികം സമയം വേണ്ട. കാരണം ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെയില്ല. 1 പത്രോസ് 5:6 തിരുവചനം പറയുന്നത്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഫിലിപ്പി 4:6 തിരുവചനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കും. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല. വിശുദ്ധ യോഹന്നാൻ 3:16 തിരുവചനം പറയുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ സമസ്തവും നമുക്കായി നൽകുന്ന പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് തരും. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമുക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. ദൈവം നമ്മുടെ നന്മയും നമ്മുടെ സന്തോഷവുമാണ് ആഗ്രഹിക്കുന്നത്. ആ സന്തോഷത്തിലേക്ക് ദൈവത്തിൻ്റെ നമ്മെ സ്വന്തമാക്കുന്നതിനു വേണ്ടി ചില സമയത്ത് സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റി നമ്മെ ദൈവത്തോടൊപ്പം ഇരുത്തുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ തീക്ഷ്ണമായ ആഗ്രഹമാണ്, അതിൻ്റെ അടയാളമാണ് ഓരോ സഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.